Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 അക്കൗണ്ടൻസി ആദ്യത്തെ ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ലെസൺ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. So first question നോക്കാം. Meaning of accounting. Accounting is the process of identifying, measuring, recording, classifying, summarizing and communicating financial transactions to users for decision making. അപ്പം നമുക്ക് നോർമലി അറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്കുള്ള ഒന്നാണ്. അതായത് പണപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളെ രേഖപ്പെടുത്തുകയും തരംതിരിക്കുകയും സംഗ്രഹിക്കുകയും അതിൻ്റെ ഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കലയാണ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്, സാമ്പത്തിക ഇടപാടുകളെ ക്രമമായി രേഖപ്പെടുത്തുന്നു. സെക്കൻഡ് വൺ, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭമാണോ നഷ്ടമാണോ എന്ന് കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യുന്നു. തേർഡ് പോയിന്റ്, ടു അസർട്ടൈൻ ഇൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ, സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക നില കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഫോർത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്, ആവശ്യക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക വിവരങ്ങൾ കൃത്യമായി നൽകുന്നു. ദെൻ ടു അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ശരിയായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ്, സെക്കൻഡ് വൺ ക്ലാസിഫൈങ്, തേർഡ് വൺ സമ്മറൈസിംഗ്, ഫോർത്ത് വൺ അനലൈസിംഗ്, ഫിഫ്ത്ത് വൺ ഇന്റർപ്രറ്റിംഗ് ആൻഡ് സിക്സ്ത് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്. സോ ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ദെൻ ഹു ആർ ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ എത്ര യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ് യൂസേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. മെയിൻലി രണ്ട് യൂസേഴ്സാണ്, ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്കകത്തുള്ള ആൾക്കാരാണ് കേട്ടോ. സോ ഫസ്റ്റ് ആരാണ്? ഓണേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. ഇങ്ങനെയുള്ള 3 ആൾക്കാരിനെയാണ് നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അതിൽ വരുന്നത് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, റിസർച്ചേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് എക്സ്റ്റേണൽ, അതായത് പുറത്തുനിന്നുള്ള നമ്മളുടെ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, റിലയബിലിറ്റി. Reliability means the accounting information should be accurate, complete and free from errors. Users should be able to trust the information. റിലയബിലിറ്റിൻ്റെ കറക്റ്റ് മലയാളം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ് കേട്ടോ. സോ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാവർക്കും, അതായത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. ദെൻ next point, relevance. Relevance means the accounting information should be useful for making business decisions. Business decisions എടുക്കാനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. Then third one, understandability. Accounting information should be presented in a simple and clear manner so that users can understand it easily. യൂസേഴ്സിന് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് ചെയ്യുന്നത്? സിമ്പിളായിട്ടും അതുപോലെ വൃത്തിയായിട്ടുള്ള ക്ലിയർ മാനറിലായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫോർത്ത് വൺ, കമ്പാരബിലിറ്റി. Accounting information should help users compare the performance of a business over different years or with other businesses. Accounting information എന്തിനു കൂടെ ഹെൽപ്പ് ചെയ്യണം? നമ്മളുടെ ബിസിനസ്സും വേറൊരാളുടെ ബിസിനസ്സും തമ്മിൽ കമ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ ഇൻകം കഴിഞ്ഞ വർഷത്തെ ഇൻകം അല്ലെങ്കിൽ ആ കണക്കുകളൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ മെയിൻലി 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ തേർഡ് വൺ ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതിൽ ആദ്യത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സച്ച് ആസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളുടെ ബിസിനസ്സിലെ സാമ്പത്തിക ഇടപാടുകളെല്ലാം രേഖപ്പെടുത്തുകയും അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഈ ഒരു ശാഖനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Then cost accounting. Cost accounting is used to calculate and control the cost of producing goods or providing സർവീസസ്. ദാറ്റ് മീൻസ് നമ്മൾ ഗുഡ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ നമുക്ക് സർവീസ് കിട്ടുകയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. തേർഡ് വൺ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. Management accounting provides financial information to managers for planning, controlling and decision making. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് കൃത്യമായിട്ട് മാനേജേഴ്സിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നൽകുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മാനേജേഴ്സ് ഇത് വെച്ച് എന്താ ചെയ്യുക? അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യും, അവിടെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടൻ തന്നെ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.